فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹ് അൽ-വാഹിദിൽ ഖഹാർ അൽ-അസീസിൽ ഗഫാർ മുകവ്വിരിൽ ലൈലി അലൻ നഹാർ തബ്സറത്തൻ ലിൽ ഖുലൂബി വൽ അബ്സാർ തദ്കിറത്തൻ ലിഉലിൽ അൽബാബി വൽ ഇഅ്തിബാർ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി ഹബീബിഹി വഖലീലിഹി الهادي إلى صراط مستقيم فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. വളരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ആദർശ ബന്ധുക്കളെ, നാട്ടുകാരെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണ പരിപാടി ഈ പ്രദേശത്ത്, നമ്മുടെ ഈ ഭാഗത്ത് നടക്കാനിരിക്കുകയാണ്. ഇവിടെ ഒരു മതപ്രഭാഷണം നടത്തുമ്പോൾ എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഒരു ചെറിയ ഇടവേളകൾ ഉണ്ടായെങ്കിലും ഏകദേശം 8 വർഷക്കാലം നമ്മുടെ പള്ളിയിൽ ഖതീബും നമ്മുടെ മദ്രസയിൽ അധ്യാപകനും ഒക്കെയായി പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രദേശത്ത് അല്ലാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് വീണ്ടും സംസാരിക്കാൻ അവസരം ഉണ്ടാകുന്നത് ഏറെ സന്തോഷകരം തന്നെയാണ്. ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ കാലയളവിൽ ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് ഇസ്ലാഹി സുഹൃത്തുക്കൾ, ബന്ധുക്കൾ വ്യക്തിപരമായും മതത്തിൻ്റെ വിഷയത്തിലും കാണിച്ചിട്ടുള്ള സ്നേഹവും ആദരവും
അള്ളാഹുവിൻ്റെ മതത്തോട് അവർ കാണിച്ചിട്ടുള്ള അനുസരണവും ത്യാഗമനസ്ഥതയും വളരെയേറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. എന്തുകൊണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നിരന്തരവും ജാഗ്രതയുള്ളതുമായ പ്രസ്ഥാന പ്രവർത്തനം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ തെക്കൻകുറ്റൂർ. കാര്യമായ ഗഹനമായ അറിവും അത്രയൊന്നും നയരീതികളും എനിക്കുണ്ടായിരുന്നില്ലെങ്കിലും അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഗുണകാംക്ഷ നിർഭരമായ സമീപനത്തിനും അത് എന്റെ സഹോദര സഹോദരിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനോട് അനുസരിക്കുവാനും സഹകരിക്കുവാനും അവർ കാണിച്ചിട്ടുള്ള വിശാലമായിട്ടുള്ള മനസ്ഥിതിക്കും ഞാൻ എപ്പോഴും കടപ്പെട്ടിട്ടുള്ളവനാണ്. മാനുഷികമായി ഈ 8 വർഷത്തെ ജീവിതത്തിനിടക്ക് എന്തെങ്കിലും അരുതായ്മകൾ നാവിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ വന്നു എന്ന് അറിയില്ലെങ്കിലും എല്ലാ മനുഷ്യരും അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും ആദരവോടെയും ചിലപ്പോൾ ആവശ്യത്തിലധികം ബഹുമാനത്തോടുകൂടെയും ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അത് വ്യക്തിയുടെ ഒരു പ്രത്യേകതയായിരുന്നില്ല, അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഈ നാട്ടുകാരുടെ പ്രതിപത്തിയും താൽപര്യവുമായിരുന്നു കാരണം. അള്ളാഹുവിന്റെ ദീൻ വളച്ചുകെട്ടലുകളില്ലാതെ, വക്രതയില്ലാതെ, സ്വാർത്ഥ താൽപര്യങ്ങളില്ലാതെ അവതരിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ അതിനോട് സഹകരണ മനോഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ സഹോദരന്മാർ. ആ സഹകരണം അവർ അന്ന് കാണിച്ചത് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനാണല്ലോ, ആ ദീനിന്റെ വളച്ചുകെട്ടലില്ലാത്ത ശരിയായ ആദർശമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്റെ ആദർശ സുഹൃത്തുക്കൾ, ഇസ്ലാഹി സുഹൃത്തുക്കൾ, അവരിലെ ആബാലവൃദ്ധം ജനങ്ങളും വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും മതപരമായിട്ടും അത്രയും സഹകരണം കാണിച്ചത്. ഞാൻ ഈ സന്ദർഭത്തിൽ എന്റെ നാട്ടുകാരോട്, എന്റെ ഇഷ്ടപ്പെട്ട നാട്ടുകാരോട് ഞാൻ പറയുന്നത്, അന്ന് ഞാൻ നിലകൊള്ളുകയും ഞാൻ വിശ്വസിക്കുകയും ഞാനിവിടെ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അതേ ആശയത്തിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നും ഒരു അളവ് ഒരു തരത്തിലുള്ള മാറ്റങ്ങളോ വ്യതിയാനങ്ങളോ വ്യതിചലനങ്ങളോ വരാതെയാണ് ഞാൻ ഇപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് ആദ്യമായിട്ട് ഉണർത്തുകയാണ്. ഞാൻ മാത്രമല്ല, അന്നുണ്ടായിരുന്ന അസൂയാപരമായിട്ടുള്ള നമ്മുടെ കെട്ടുറപ്പും സംഘടന ഭദ്രതയും ഐക്യവും യോജിപ്പും ഇസ്ലാമിന്റെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെയും ശത്രുക്കളായ ആളുകൾക്ക് അസഖ്യതയും അതുപോലെ തന്നെ പ്രയാസവും ഉണ്ടാകത്തക്ക രീതിയിലായി അவ்விதം വളരെ ഐക്യത്തോടെ ഒരുമയോടെ അസത്യത്തിനെതിരെ നമ്മൾ പ്രതികരിച്ചതിന്റെ ഫലം, നല്ല ഗുണം, വളരെ സന്തോഷത്തോടെ
നമ്മളന്ന് അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ്. അങ്ങനെ നിന്നിരുന്ന സഹോദരന്മാർ പലരും, ഞാനും അതേപോലെ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രസ്ഥാനത്തിനും സ്ഥാപനങ്ങൾക്കും വേണ്ടി അന്നും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരന്മാരെ പറ്റി വളരെ തെറ്റായ രീതിയിലുള്ള ഒരു ധാരണയിലാണ് അകപ്പെട്ടു പോയിട്ടുള്ളത് എന്നത് നിഷേധിക്കാൻ സാധ്യമല്ല. അത് മറച്ചുവെച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല. പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, എല്ലാ രഹസ്യങ്ങളും എല്ലാ നിഗൂഢതകളും അറിയുന്ന അല്ലാഹുവിന്റെ സന്നിധിയിൽ നാളെ പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ചുകൂട്ടി ഈ യാഥാർത്ഥ്യത്തെപ്പറ്റിയുള്ള വിചാരണ നടക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ രഹസ്യങ്ങളുടെ കലവറയുടെ താക്കോലിന്റെ ഉടമയായ അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ ആദർശത്തിൽ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയപൂർവം യാതൊരു തരത്തിലുള്ള വ്യതിയാനങ്ങളും ഞങ്ങൾ സ്വയം സ്വീകരിക്കുകയോ ബാഹ്യശക്തികളുടെ പ്രേരണ കൊണ്ട് തെറ്റായ ഒരു രീതിയിലേക്ക്, വിശ്വാസ ആദർശത്തിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ വ്യക്തമായി തെളിയിക്കുവാൻ, ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതേസമയത്ത് ഞാനടക്കമുള്ള നമ്മുടെ ആത്മാർത്ഥതയുള്ള നമ്മുടെ പ്രവർത്തകന്മാർ അല്ലാഹുവിന് വേണ്ടി, അവന്റെ ദീനിനു വേണ്ടി, ആ ദീനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കുറ്റമറ്റ ആദർശ പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിനു വേണ്ടി, ആ പ്രസ്ഥാനത്തിന്റെ ശിആറുകളായ, ചിഹ്നങ്ങളായ മത സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ആത്മാർത്ഥത, അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ത്യാഗമനസ്തുതി, പരിശ്രമങ്ങൾ അത് തെറ്റായ വിധത്തിലായി പോയിട്ടുണ്ട് എന്നും അവരുടെ ആത്മാഭിമാനമായിട്ടുള്ള ഏകദൈവ ആരാധന തൗഹീദിൽ പോലും അവർക്ക് വ്യതിചലനം സംഭവിച്ചു പോയിട്ടുണ്ട് എന്നും അവരെപ്പറ്റി തെറ്റായി ധരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ നാളെ പരലോകത്ത് ആ കാര്യം, രഹസ്യങ്ങൾ അറിയുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ മുഖാമുഖം നിന്നുകൊണ്ട് തെളിയിക്കേണ്ടി വരും എന്ന കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതൊരു നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് തന്നെയും ഈ മഹത്തായ ആദർശത്തിന് വേണ്ടിയാണ്. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിലെ തന്നെ ആളുകൾ നമ്മെ വളരെ വെറുപ്പോടെയും അറപ്പോടെയും വീക്ഷിച്ച് നമ്മെ ഒരു അരിക്കിലാക്കി, നമ്മെ മോശക്കാരും ഒന്നിനും കൊള്ളരുതാത്തവരുമായി ചിത്രീകരിക്കുവാനും, കഴിയുമ്പോഴൊക്കെ ശല്യം ചെയ്യുവാനും, ചിലപ്പോഴെങ്കിലും ഉപദ്രവിക്കുവാനും മർദ്ദിക്കുവാനും തയ്യാറാകുന്ന ആ കാര്യങ്ങൾ പരിഗണിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മഹത്തായ ഈ ആദർശത്തിലും അതിന്റെ പ്രചാരണത്തിലും കിട്ടുന്ന ഒഴിവും സമയവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മെപ്പോലെയുള്ള പതിനായിരക്കണക്കിന് നമ്മുടെ നേതാക്കന്മാരടക്കമുള്ള മുജാഹിദ് പ്രവർത്തകന്മാരെ ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന ആരോപണത്തിൽ ഉൾപ്പെടുത്തി ആ വിധത്തിൽ അവരെ വീക്ഷിക്കുകയും ആ വിധത്തിൽ അവരോട് സമീപനങ്ങൾ പുലർത്തുകയും ആ സമീപനം നിലനിന്നു കാണാൻ പരമ്പരാഗതമായി ലഭിച്ചതല്ല ഇസ്ലാമികമായ മൂല്യങ്ങളെയും ധർമ്മ വ്യവസ്ഥയെയും തന്നെ തെറ്റായ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവണത ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ഉടനീളവും വ്യാപകവുമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് രണ്ട് വിഭാഗത്തെയും വിചാരണയ്ക്ക് വിധേയമാക്കും. വ്യക്തികളെയും മാത്രമല്ല, സംഘങ്ങളെയും സംഘടനകളെയും അവാന്തര വിഭാഗങ്ങളെയും എതിർ കക്ഷികളെയും രണ്ടു കൂട്ടരെയും ഒരു ഭാഗത്ത് അണിനിരത്തിക്കൊണ്ട് ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തിയെപ്പറ്റി പറയുവാനുള്ളത്, ഒരു വിഭാഗത്തിന് മറ്റേ വിഭാഗത്തെപ്പറ്റി പറയുവാനുള്ളത് എന്താണ് എന്ന് ചോദിക്കുകയും അതിന്റെ മറുപടിയായിട്ട് മറ്റുള്ള വിഭാഗത്തിന് അത് പറയുവാനും അവതരിപ്പിക്കുവാനും സമർപ്പിക്കുവാനുമുള്ള അവസരം നൽകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 50% വരുന്ന ആത്മാർത്ഥത നിറഞ്ഞ നമ്മുടെ പ്രവർത്തകന്മാർ, നിഷ്കളങ്കരായ പ്രവർത്തകന്മാർ, നിഷ്കാമികളായ മതസേവകന്മാർ, അവരെ സംബന്ധിച്ച് അവർക്ക് സഹിക്കാൻ കഴിയാത്ത, അവരുടെ ഹൃദയത്തിലേക്ക് കഠാര അടിച്ചിറക്കുന്നതിനേക്കാൾ അവർ വേദനയോടെ വീക്ഷിക്കുന്ന, അവരുടെ മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വിശുദ്ധമായ ആശയത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയിരിക്കുന്നു എന്ന ആ ദുരാരോപണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് സമർത്ഥിച്ചു കൊടുക്കാൻ കഴിയാതെ പോയാൽ ആ സംഗതി അപകടത്തിൽ കലാശിക്കുമെന്ന് ഞാൻ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരന്മാരെ ഈ ശബ്ദത്തിലൂടെ അറിയിക്കുകയാണ്. മറ്റൊരു മാർഗവും അതിനില്ല. ഇങ്ങനെ അറിയിക്കാനല്ലാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെയും അവന്റെ മുമ്പിലുള്ള വിചാരണയെയും ഭയപ്പെടുന്ന എന്റെ എല്ലാ സഹോദരന്മാരോടും, എല്ലാ വിഭാഗത്തിലുമുള്ള, ഇരുപക്ഷത്തുമുള്ള അല്ലെങ്കിൽ പലപക്ഷത്തുമുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഒരു വ്യക്തിയെ സംബന്ധിച്ചാകട്ടെ, ഒരു സംഘത്തെ സംബന്ധിച്ചാകട്ടെ, ഒരു വിഭാഗത്തെ സംബന്ധിച്ചാകട്ടെ, നമ്മുടെ ആരോപണം ഇവിടെ ഉന്നയിച്ചാൽ മാത്രം പോരാ, അത് നാളെ പരലോകത്ത് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. ആ തെളിയിച്ചു കൊടുക്കുന്ന രേഖകൾ അത് സത്യസന്ധവും അർത്ഥപൂർണവും വ്യക്തവുമായിരിക്കണമെന്ന് സഹോദരബുദ്ധ്യ, സ്നേഹബുദ്ധ്യ ഞാൻ ഉണർത്തുകയാണ്. ഇവിടെ നമ്മൾ എപ്രകാരം വീക്ഷിച്ചാലും, എങ്ങനെ കണ്ടാലും, ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളായി മാറിയാലും, തൃപ്തി അതൃപ്തിയായി മാറിയാലും, സംസാരങ്ങൾ കുറഞ്ഞു വന്നാലും, അതിശക്തമായ അതിർവരമ്പുകളും വേലികളും നമ്മൾ പരസ്പരം കെട്ടിയാലും പരലോകത്ത് അതിന് പ്രസക്തിയില്ല. രണ്ട് വ്യത്യസ്തമായ കമ്പാർട്ട്മെന്റിലുള്ള ആളുകളെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് പറയുവാനുള്ള ആരോപണങ്ങളും അതിനുള്ള മറുപടിയും വ്യക്തമായി ചോദിച്ച്, അതിന്റെ ഉപചോദ്യങ്ങൾ ചോദിച്ച് ആ വിഷയത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ പച്ചയായി പകലിനെ പോലെ സുതാര്യമാക്കേണ്ടി വരുമെന്ന് എല്ലാവരുമോടുമായിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുകയാണ്, വലാ യജ്രിമന്നകും, നിങ്ങളെ പ്രേരിപ്പിക്കരുത്, ശനആനു ഖൗമിൻ, ഒരു വിഭാഗത്തോടുള്ള നിങ്ങളുടെ വെറുപ്പ്, സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ്, അല്ലെങ്കിൽ അവരോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടം, അലാ അല്ലാ തഅദിലു, നിങ്ങളുടെ വാക്കുകളിലും സംസാരങ്ങളിലും ആരോപണങ്ങളിലും പ്രതിപാദ്യങ്ങളിലും സമീപനങ്ങളിലും അവരോട് അനീതി കാണിക്കുവാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന്. മനുഷ്യ സഹജമായിട്ട് ഉണ്ടാകുന്നതാണ് ഒരു വ്യക്തിയോട്, ഒരു സംഘത്തോട് വെറുപ്പുണ്ടാവും. ആ വെറുപ്പ് 3 ദിവസത്തിലധികം നീണ്ടു നിൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെറുപ്പുള്ള സന്ദർഭത്തിൽ പോലും നമ്മൾ സ്വീകരിക്കുന്നതും അവരെപ്പറ്റി നമ്മൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ആരോപിക്കുന്നതും നീതിക്ക് നിരക്കാത്തതും അസത്യവുമായി പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. ഞാനിത് പറയുന്നത് എന്നോടും എന്റെ സുഹൃത്തുക്കളോടും എന്റെ സഹോദരന്മാരോടും സുഹൃത്തുക്കളായിരുന്നവരോടും എല്ലാവരോടും കൂടിയാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ. ഒരു വിഭാഗത്തോടുള്ള അന്ധമായ വിരോധം അനീതി കാണിക്കാൻ നിങ്ങൾക്ക് കാരണമാകരുത്, പ്രേരിതമാകരുത് എന്ന്. അവരെ പറ്റി പറയുവാനും പ്രചരിപ്പിക്കുവാനും അല്ലെങ്കിൽ സമീപനങ്ങൾ സ്വീകരിക്കുവാനും പെരുമാറുവാനും സംസാരിക്കുവാനും പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്നവരും നമ്മുടെ എതിരായതുകൊണ്ട് നമ്മൾ തെറ്റായ നീതിപൂർവമല്ലാത്ത അള്ളാഹും അവന്റെ പ്രവാചകനും അനുവദിച്ചിട്ടില്ലാത്ത മാർഗങ്ങൾ സ്വീകരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി വളരെ സുവ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിലും നിങ്ങൾ നീതിയിൽ വർത്തിക്കണം, നീതിയോടെ പെരുമാറണം, നീതി പറയണം,
നീതി പ്രചരിപ്പിക്കണം, നീതി ആരോപിക്കണം, നീതിനിഷ്ഠമായ തീരുമാനങ്ങൾ എടുക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വ, അങ്ങനെ ചെയ്യുന്നതാണ് ഭക്തിയോട് ഏറ്റവും അടുത്ത മാർഗമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആദർശ ബന്ധുക്കളായിട്ടുള്ള എന്റെ സഹോദരന്മാരോട് ഉണർത്തുകയാണ്, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയിലേക്ക് നമ്മൾ വീണുപോകാതിരിക്കാൻ, അതിൽ പെട്ടുപോകാതിരിക്കാൻ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഒരു വിഭാഗത്തോടോ ഉള്ള നമ്മുടെ താൽക്കാലികമായ വെറുപ്പും വിദ്വേഷവും അനീതി കാണിക്കുവാനും അനീതി പറയുവാനും അനീതി പ്രചരിപ്പിക്കുവാനും അനീതി ആരോപിക്കുവാനും കാരണമാകരുത് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് ഈ ഒരു ദുരനുഭവമാണ്. സ്വാഭാവികമായി നമ്മുടെ ഭാഗത്തല്ല നിൽക്കുന്നത് എന്നതുകൊണ്ട് അത്തരക്കാരോട് അനീതിപരമായിട്ട് പെരുമാറുക, അവർക്ക് നീതി നിഷേധിക്കപ്പെടുക, അവരുടെ അവകാശങ്ങൾ അപഹരിച്ചെടുക്കുക, കഴിയുന്നതും അവരെ ആട്ടി ഓടിക്കുക, അപ്പുറത്താക്കുക, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ പേരിലും ഇസ്ലാഹിന്റെ പേരിലും നടന്നു വരുന്നതിലാണ് നമുക്ക് ദുഃഖം, നമുക്ക് വിഷമം. കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഓരോരുത്തർക്കും എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടത്, എല്ലാവർക്കും കൂടി ഭാഗവാക്കുകളാകേണ്ടത്, എല്ലാവരുടെയും സമ്പാദ്യം, എല്ലാവരുടെയും അധ്വാനം, അത് പാർശ്വവൽക്കരിക്കപ്പെടുകയും സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി വിധേയമാക്കുകയും സങ്കുചിതമായി കാണുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെയോ അതിന്റെ നീതിശാസ്ത്രത്തിന്റെയോ അതിന്റെ ചിഹ്നങ്ങളുടെയോ വിശാലമായ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സങ്കുചിതമായി നീതിപൂർവമല്ലാത്ത അനീതിയുക്തമായ പെരുമാറ്റങ്ങളിലൂടെയാണ്, സമീപനങ്ങളിലൂടെയാണ് കേരളത്തിലെ ഇസ്ലാഹി ജനത നടന്നു നീങ്ങുന്നത് എന്നത് വളരെ സുവ്യക്തമായ കാര്യമാണ്. മറച്ചു വെച്ചിട്ടും പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ആളുകൾക്കിടയിൽ പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ നമ്മൾ അത് ചെയ്യരുത് എന്ന് ആദ്യമായി ഞാൻ ഉണർത്തുകയാണ്. അക്കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഐഹിക ജീവിതം കഴിഞ്ഞ് നാളെ പരലോകത്ത് എല്ലാവരെയുമാണ് ഒരുമിച്ച് കൂട്ടുക. സവിസ്തരമായ ചോദ്യവും വിശദീകരണവുമാണ് അവിടെ അള്ളാഹു ആവശ്യപ്പെടുക. ആ സന്ദർഭത്തിൽ എല്ലാറ്റിനും സാക്ഷിയായിട്ടുള്ള അള്ളാഹു മുമ്പിൽ നിൽക്കുമ്പോൾ അവന്റെ മുമ്പിൽ സമർത്ഥിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും കഴിയുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത്, പ്രചരിപ്പിക്കേണ്ടത് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഞാൻ പറയുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏകദേശം 50% വരുന്ന നമ്മുടെ പ്രവർത്തകന്മാർ, അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയവും അവരുടെ ശാരീരികവും സാമ്പത്തികമായ കഴിവും ഈ നാട്ടിൽ അവന്റെ ഏകത്വത്തിനു വേണ്ടി, അവന്റെ കലിമത്തിന്റെ അത്യുന്നതയ്ക്ക് വേണ്ടി, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അല്ലാഹുവിന്റെ കലിമത്ത് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കും പ്രാർത്ഥനക്കും നേർച്ച വഴിപാടുകൾക്കും അർഹനായിട്ട് മറ്റാരുമില്ല എന്ന് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തതും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ അവന്റെ തൗഹീദിന്റെ ആദർശത്തിന്റെ പ്രചാരണത്തിനും അതിന്റെ വ്യാപനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുവന്നിരുന്ന 10,000-കണക്കിന് വരുന്ന മുജാഹിദ് പ്രവർത്തകന്മാരിലെ 50% വരുന്ന സഹോദരന്മാർക്ക് ആദർശത്തിൽ വീഴ്ചയും ആദർശ വ്യതിയാനവും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളുടെ ഉത്ഭവത്തിൽ ആദ്യമായി തുടക്കം കുറിച്ച അത്യധികം ഗുരുതരമായ ഒരു ആരോപണം. ആ ആരോപണം അല്ലാഹുവിന്റെ സന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെടും. ആ ആരോപണം ഗുരുതരമായ ആരോപണമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ പല സംഘടനകളായി തിരിഞ്ഞിട്ടുണ്ടെങ്കിലും അവാന്തര വിഭാഗങ്ങളുണ്ടെങ്കിലും ആ അവാന്തര വിഭാഗങ്ങളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടി, അതിന്റെ പ്രചാരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏക സംഘം, ഏക സംഘടന കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ 50% വരുന്ന ആളുകളെയാണ്, അതിന്റെ പകുതിയോളം വരുന്ന നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും സാധാരണക്കാരെയുമാണ്
ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന ദുരാരോപണത്തിന് വിധേയമാക്കുന്നത് എന്നത് നമ്മൾ ആദ്യമായി വിലയിരുത്തേണ്ട കാര്യമാണ്. ഈ 50% വരുന്ന ആളുകൾ സംഘടനക്കകത്ത് സാമ്പത്തികമായ അഴിമതി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാളും അവർ ധാർമ്മികമായ സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാളും അവർ സംഘടനാ വിരുദ്ധമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരാണ് എന്ന് പറയുന്നതിനേക്കാളും അപകടകരമായ ദുരാരോപണമാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദിന്റെ ശുദ്ധമായ പാതയിൽ നിന്ന് വ്യതിചലിച്ചവരാണ് എന്ന് പറയുന്നത്. അതൊന്ന് വിശദീകരിച്ചാൽ അവർ ഇപ്പോൾ ശിർക്കിലാണ് എന്നാണ്. അവർ ശിർക്കിനോട് സമരസപ്പെട്ടു പോവുകയാണ് എന്നാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും കുറച്ചു കാണുന്നവരാണ് എന്നാണ് ആ ധ്വനി വരിക. അതങ്ങനെയാണോ എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സമർപ്പിക്കാൻ കഴിയണം. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ, പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് പ്രചരിപ്പിച്ചാൽ തീർച്ചയായും ആരെയാണോ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അവരുടെ ഹൃദയഭേദകമായിട്ടുള്ളവരുടെ മനസ്സ് തുറന്നു വെക്കുന്ന ഒരു സാഹചര്യം നാളെ പരലോകത്ത് വരുമ്പോൾ ഞാൻ സ്നേഹത്തോടെ എന്റെ സഹോദരങ്ങളോട് പറയാണ്, ആ ആരോപണം പിൻവലിക്കണം. മനസ്സുകൊണ്ടെങ്കിലും പിൻവലിക്കണം. ഒന്നിച്ച് പിൻവലിച്ച് അതിന് സധൈര്യം പ്രഖ്യാപിക്കുവാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും ഞാൻ സ്നേഹത്തോടെ പറയുന്നു, ഹൃദയം കൊണ്ടത് പിൻവലിച്ച് ആ ദുരാരോപണത്തിൽ നിന്ന് മാറി നിൽക്കണം. കാരണം ഇത് ഹൃദയസ്പർശിയായ കാര്യമാണ്. മനസ്സും റബ്ബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അടിമയും ഉടമയും തമ്മിൽ മാത്രം സ്വകാര്യമായിട്ട് അറിയുന്ന വിഷയമാണ് തൗഹീദും തൗഹീദില്ലായ്മയും. അത് നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അഖീദയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദിൽ നിന്ന് എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർക്കോ നമ്മളിൽ സാധാരണക്കാരായ ആർക്കെങ്കിലുമോ ആണായാലും പെണ്ണായാലും അതൊരു MSMന്റെ പ്രവർത്തകനായാലും ശരി, MEMന്റെ പ്രവർത്തകയായാലും ശരി, ആർക്ക് വന്നിട്ടുണ്ടെന്നാണോ ആരോപണം, അവർക്കത് വന്നിട്ടുണ്ട് എന്ന് നാളെ പരലോകത്ത് തെളിയിച്ച് പറയേണ്ടി വരും. പടച്ചതമ്പുരാനെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഉപചോദ്യങ്ങൾ ഉണ്ടാകും. വിശദീകരണം തേടും. ആ മറുപടി നിന്ന് കേൾക്കേണ്ടി വരും. അതിനെ ന്യായീകരിക്കുവാനും മറികടക്കുവാനും സാധ്യമാകേണ്ടി വരും. അതിന് മാത്രം ഉപോത്ബലകമായ വല്ല വ്യക്തമായ രേഖയും ഉണ്ടോ എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതിനുണ്ടാകണമെങ്കിൽ നമ്മൾ പറയണം, ശരിയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ തൗഹീദിനോട് മുമ്പത്തത്ര താല്പര്യമൊന്നുമില്ല. തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തൗഹീദ് അല്പം മയപ്പെടുത്തുകയാണ് വേണ്ടത്. തൗഹീദ് എവിടെയും പറയേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയോ ഞങ്ങൾക്കങ്ങനെ ഒരു ആശയം ഉണ്ടാവുകയോ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഞാൻ 1987 മതപ്രബോധനം ചെറിയ രീതിയിൽ തുടങ്ങിയത്. ഇങ്ങനെ ചെറിയ രീതിയിൽ, വലിയ രീതിയിലല്ല, പ്രഗത്ഭമായ രീതിയിലല്ല, പാണ്ഡിത്യത്തോടുകൂടിയല്ല. ഉള്ള അറിവും കഴിവും ഉപയോഗപ്പെടുത്തുക. എന്തിന്? ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ ഏകത്വവും മനസ്സിലാക്കാൻ. അന്ന് മുതൽ ഇന്ന് വരെ, 1986 മുതൽ 2010 വരെ ഒരൊറ്റ ഭാഗത്തു നിന്നും ഇന്ന വിധമാണ് തൗഹീദ് പ്രബോധനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രബോധനത്തിന് വഴതിന് വേണ്ടി പ്രസംഗത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഒന്നാമത്തെ വിഷയം തൗഹീദായിരിക്കണമെന്നോ, തൗഹീദിന് ഇന്ന രീതികളൊക്കെ പറയണമെന്നോ, തൗഹീദിന്റെ ഇന്ന വിഭാഗങ്ങളൊക്കെ അവിടെ വിശദീകരിക്കണമെന്നോ ഉള്ള ഒരു നിർദ്ദേശം വല്ലാഹി എനിക്ക് കിട്ടിയിട്ടില്ല. മുജാഹിദ് സെന്ററിൽ നിന്ന് കിട്ടിയിട്ടില്ല, മർക്കസു ദഅവയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാത്തവരാണ് നൂറുകണക്കിന് നമ്മുടെ പണ്ഡിതന്മാർ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുക? എന്താണ് ആദർശം? എന്താണ് ആദർശന്റെ വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? അതിലെവിടെയൊക്കെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ പകുതിയോളം വരുന്ന ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടുള്ളത്? എവിടെയാണ് വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്? എവിടെയൊക്കെയാണ് ഇത് മയപ്പെടുത്തണമെന്ന് ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഒരൊറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ രംഗത്ത് നീതി പുലർത്തിയിട്ടില്ല പല സഹോദരന്മാരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിത് പറയുന്നത് ഒരു സംഘത്തിന്, ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല. ഒരു വലിയ വ്യാപകമായ അപകടത്തിൽ നിന്നെന്റെ സഹോദരിമാരെ രക്ഷപ്പെടുത്താൻ ഞാൻ ഈ പള്ളിയിൽ നിന്നപ്പോൾ
ഇസ്ലാമിനെ പറ്റിയും അതിന്റെ മഹൽ ഗുണങ്ങളെ പറ്റിയും പറഞ്ഞു കൊടുത്തിട്ടുള്ള, പറഞ്ഞു തന്നിട്ടുള്ള അതേ ഗുണകാംക്ഷയോടെ ഞാൻ എന്റെ സഹോദരിമാരെ ഉണർത്തുന്നു. CP അടക്കമുള്ള, KK അടക്കമുള്ള മരണപ്പെട്ടതുമല്ലാത്തതുമായ പ്രഗത്ഭന്മാരായ നമ്മുടെ പണ്ഡിതന്മാരെ പറ്റിയും സാധാരണക്കാരെ പറ്റിയും നടത്തിയിട്ടുള്ള അവർ തൗഹീദിൽ നിന്ന് വ്യതിചരിച്ചവരാണ് എന്ന ആരോപണം മനസ്സുകൊണ്ടെങ്കിലും പിൻവലിച്ചില്ലെങ്കിൽ നിശ്ചിതമായ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അള്ളാഹുവിന്റെ പരലോകത്ത് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. ആ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിട്ടുകൊണ്ടാണ്, ആ കേസ് വിട്ടുകൊണ്ടാണ് പലരും ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ആരും പ്രതികാരം എടുക്കാൻ പോയിട്ടില്ല, വിശദീകരണം ചോദിക്കാൻ പോയിട്ടില്ല. അവരുടെ കഴിവുകേട് കാരണം, നിസ്സഹായത കാരണം നാട്ടിൽ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാകരുത് എന്ന് കരുതി ആ വിഷയത്തിലുള്ള അവരുടെ പരാതി അള്ളാഹുവിലേക്ക് വിട്ടിരിക്കുകയാണ്. നാളെ പരലോകത്ത് ആ പരാതി അള്ളാഹു തആല തീർക്കാതിരിക്കുകയില്ല. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നി ഇലല്ലാഹ്. എന്റെ മകൻ യൂസുഫിനെ കൊണ്ടുപോയി എന്റെ മൂത്ത മക്കൾ തന്നെ എന്തോ അപകടത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് അവരെ സംബന്ധിച്ച് ഒരുപാട് പരാതികളും ആവലാതികളും ഉണ്ട്. പക്ഷെ ഞാൻ അത് അവരോട് പറയില്ല. ഇന്നമാ അഷ്കൂബത്തി, ആ വിഷയത്തിലുള്ള എന്റെ പരാതി ഞാൻ ബോധിപ്പിക്കുന്നത്, വഹുസ്നി, ആ വിഷയത്തിൽ ഞാൻ അനുഭവിക്കുന്ന എന്റെ ദുഃഖവും ഞാൻ ബോധിപ്പിക്കുന്നത് അലല്ലാഹ്, അള്ളാഹുവിനോട് മാത്രം, ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മാത്രമാണ് എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 50% വരുന്ന ആത്മാർത്ഥത നിറഞ്ഞ ഒഴിവും കഴിവും അള്ളാഹുവിന് വേണ്ടി, അവന്റെ ആദർശത്തിന് വേണ്ടി, തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച് അഹോരാത്രം അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ആളുകളെ പറ്റിയുള്ള അതിവ്യക്തമായിട്ടുള്ള എന്നാൽ ജുഗുപ്സാവഹമായിട്ടുള്ള ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി അള്ളാഹുവേ നീ നാളെ പരലോകത്തൊന്ന് സുവ്യക്തമാക്കുകയും അതിന്റെ സുതാര്യത ആളുകൾക്ക് നീ വ്യക്തമാക്കി കൊടുക്കുകയും മർദ്ദിതരായ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന മുജാഹിദുകൾ പ്രാർത്ഥിക്കുകയാണ്. ആ കേസ് അവർ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിട്ടിരിക്കുകയാണ്. അവിടെ അതിനെ സംബന്ധിച്ച് വിചാരണയുണ്ടാവും. ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഏതെല്ലാം വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ ആ വിഷയത്തിൽ നാളെ പരലോകത്ത് അല്ലാഹു തആല കൃത്യമായ ഫസ്ൽ തീരുമാനമെടുക്കുന്നതാണ്. ആ തീരുമാന ദിവസത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ നീക്കിവെച്ചിട്ടുള്ള ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയുണ്ടാകുമ്പോൾ അത് ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ മാത്രം ആ ദുരാരോപണവുമായി അതുമായി ബന്ധപ്പെട്ട സമീപനവുമായി ഇരിക്കണം എന്ന്, അല്ലെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് സ്നേഹത്തോടെ വിനീതമായി ഞാൻ ഉണർത്തുകയാണ്. എന്തെല്ലാം ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ കാരണം എന്തെല്ലാം ഇവിടെ സംഭവിക്കും. എന്താ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ? ഇന്ന് അന്ധവിശ്വാസങ്ങൾ എന്തുമാത്രം ശക്തമായിട്ടാണ് പ്രചരിച്ചു വരുന്നതെന്നറിയാം. തഴച്ചു വളരുകയാണ്. കാരണം മുമ്പൊരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്ത് ഭയപ്പാടായിരുന്നു പല ആളുകൾക്ക്, ബഹുമാനമായിരുന്നു പല ആളുകൾക്ക്. എത്ര തന്നെ എതിർപ്പുണ്ടെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തോട് എന്തൊന്നില്ലാത്ത ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഞാനിവിടെ ജോലി ചെയ്യുന്ന കാലത്ത് നമ്മുടെ ഈ വാരണാക്കര അടുത്തുണ്ടായ ഒരു സംഭവം നമ്മൾ അന്ന് പറയാറുണ്ട് തമാശയ്ക്ക് വേണ്ടി. അതായത് മാസപ്പിറവി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാൻ 29 അന്ന് മാസം കണ്ടു എന്ന അർത്ഥത്തിൽ സുന്നിപ്പള്ളിയിൽ നിന്ന് തക്ബീർ ചൊല്ലുകയാണ്. അവിടെ പോത്തുകളെയും മൃഗങ്ങളെയും അറുക്കാൻ വേണ്ടി അറവുകാർ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് സുന്നിപ്പള്ളിയിൽ നിന്ന് തക്ബീർ, മാസം കണ്ടു കാണും എന്ന അർത്ഥത്തിൽ. ആ സമയത്ത് അറവുകാരായ സാധാരണക്കാര് പറയുകയാണ്, നിങ്ങൾ തക്ബീർ ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല, ഈ പള്ളിയിൽ നിന്ന് തക്ബീർ വരട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളിയിൽ നിന്ന് തക്ബീർ വരട്ടെ, അതേ വിശ്വസിക്കാൻ പറ്റൂ. ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. നിങ്ങൾ തക്ബീർ ചൊല്ലിയത് കൊണ്ട് പോത്തിന്റെയോ കാളയുടെയോ കഴുത്തിൽ കത്തിവെക്കാൻ ഞങ്ങൾ ഒരിക്കലും ധൈര്യം കാണിക്കില്ല. ഈ വാർത്ത സത്യസന്ധവും അത് അനിഷേധ്യവുമാകണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളിയിൽ നിന്ന് തക്ബീർ കേൾക്കണമെന്ന് സാധാരണക്കാരനായ അറവുകാര് പറഞ്ഞു എന്ന് നമ്മൾ അന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പ്രസ്ഥാനത്തോട് സാധാരണക്കാർ പോലും വെച്ചു പുലർത്തുന്ന അവരുടെ ബഹുമാനമാണ്. ആ ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. അനാവശ്യമായ ദുരാരോപണം, അനാവശ്യമായ ആക്ഷേപങ്ങൾ, അനാവശ്യമായ കക്ഷിത്വങ്ങൾ, അനാവശ്യമായ സങ്കുചിതത്വങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നീതിപൂർവ്വമെന്ന് സമർപ്പിക്കാൻ കഴിയില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള ആ വിധത്തിൽ സങ്കുചിതത്വങ്ങളിലേക്ക് നമ്മൾ പോയത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അത് ബോധ്യപ്പെടുത്തേണ്ടി വരും.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണ്. മാ റമാ റജുലൻ ബിൽ ഫിസ്ഖി അവിൽ കുഫ്രി ഇല്ലർതദ്ദ ഇലൈഹി ഇല്ലം യകുൻ സാഹിബുഹു കദാലിക സ്വഹീഹ ഹദീസ്. ഹദീസ് പണ്ഡിതന്മാർ ധാരാളം ഉടലെടുത്തൊരു കാലഘട്ടമാണ്. എന്താണ് ഹദീസ് പാണ്ഡിത്യം? ഹദീസ് പണ്ഡിതന്മാർ എന്ന് ചില ആളുകൾ അവകാശപ്പെടുന്നു. ആരായിക്കൊള്ളട്ടെ, ആ വിഷയത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള നീതിബോധവുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഹദീസിന്റെ പാണ്ഡിത്യം? 10 ഹദീസ് അതിന്റെ വ്യത്യസ്തമായ സനദുകളിലൂടെ സനദടക്കം കാണാതെ പറയാനെങ്കിലും അർത്ഥം വേണ്ട, ആശയം വേണ്ട. സ്വഹീഹ് ബുഖാരിയിലുള്ളതാകട്ടെ, സ്വഹീഹ് മുസ്ലിമിലുള്ളതാകട്ടെ, മറ്റ് സ്വഹാഹു സിത്തയിലുള്ളതാകട്ടെ, 10 ഹദീസ് ഇന്ന് വിളിച്ചു വരുത്തി സനദ് സഹിതം ഉദ്ധരിക്കാൻ പറഞ്ഞാൽ അത് ഉദ്ധരിക്കാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതാ അങ്ങനെ ഹദീസ് പണ്ഡിതന്മാരോട് ഞാൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഒരു ഹദീസ്, ഹദീസിന്റെ സനദും അതിന്റെ സാങ്കേതിക പദങ്ങളും അതിന്റെ നീതിശാസ്ത്രവും അതിന്റെ ഉസൂലുകളും പറഞ്ഞ് ആളുകൾക്കിടയിൽ തശ്വീസാക്കുന്നതിന് മുമ്പ് വളരെ വ്യക്തമായ ആശയങ്ങളിലേക്ക് നമ്മുടെ പണ്ഡിതന്മാർ കടന്നു വരണം. ഒരാളും മറ്റൊരാളെ പറ്റി ആക്ഷേപിക്കുന്നില്ല. റമാ എന്ന് പറഞ്ഞാൽ എറിയാനർത്ഥം, ആക്ഷേപിക്കുന്നില്ല. ബിൽ ഫിസ്ഖി, അയാൾ ഫാസിഖാണ് എന്ന്. ഞാൻ ഒരാളെ പറ്റി പറയാണ് അയാൾ ഫാസിഖാണ്, അധർമ്മകാരിയാണ്, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് വിരുദ്ധമായിട്ട് നീങ്ങുന്ന ആളാണ്. ഞാനിങ്ങനെ പറയാം, എന്റെ സംഘത്തോട് പറയാണ്, എന്റെ ബന്ധുക്കളോട് പറയാണ്, രഹസ്യമായിട്ട് പറയാണ്, പരസ്യമായിട്ട് പറയാണ്, എന്റെ വിഭാഗത്തിൽ പറയാണ്, ഞാൻ പങ്കെടുക്കുന്ന സദസ്സിൽ പറയാണ്, ക്ലാസ്സിൽ പറയാണ്, പൊതുപ്രഭാഷണത്തിൽ പറയാണ്. അവിൽ കുഫ്രി അല്ലെങ്കിൽ കുഫർ, ആദർശ വ്യതിയാനം, ഇസ്ലാമിൽ നിന്ന് ഈമാനിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട്. അയാൾ ഒന്നുകിൽ മുർത്തദ്ദായിട്ടുണ്ട്, അല്ലെങ്കിൽ കാഫിറായിട്ടുണ്ട്, അല്ലെങ്കിൽ മുശ്രിക്കായിട്ടുണ്ട്. അതാണ് പറയുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ ഇദർതദ്ദതു ഇലൈഹി, ആ ആരോപണം ആ ആരോപിച്ച വ്യക്തിയിലേക്ക് മടങ്ങി വരാതിരിക്കയില്ല. ഇല്ലം യകുൻ സാഹിബുഹു